ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസമായില്ലേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്, ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ട്. നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്കറിയുന്നൊരു ടിപ്പ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ ഫസ്റ്റ് കൊണ്ടുപോയി വെച്ചത് നമ്മൾ വിറക് കത്തിക്കുമ്പോൾ കിട്ടുന്ന കരിയാണ് കേട്ടോ. ആ കരി ഞാൻ ഒരു പാത്രത്തിനകത്താക്കി കല്ലിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് അലുമിനിയം പാത്രങ്ങൾ, നമ്മളുടെ കറിയൊക്കെ പിടിക്കുന്ന, നമ്മൾ അടുപ്പിലൊക്കെ വെക്കുമ്പോൾ നമ്മളുടെ കരി പിടിക്കൂലേ, അങ്ങനെ വെച്ചിട്ടുള്ള കുറച്ച് കരിപ്പാത്രങ്ങൾ, അതുപോലെ തന്നെ കുറച്ച് സ്റ്റീൽ പാത്രങ്ങളും എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇങ്ങനെയുള്ള സംഭവം, അതായത് കരി കല്ലിൽ ഇങ്ങനെ കുത്തി വെച്ചിട്ട്, അതായത് പൊടിച്ചെടുക്കുക കേട്ടോ. നമ്മൾ കൊണ്ടുപോയി വെച്ചിട്ടുള്ള കരി ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് പൊടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലോട്ടൊരു ചെറിയൊരു സോപ്പും പീസും കൂടെ ഇട്ടിട്ട് നമുക്കൊന്നും കൂടെ കുത്തിയെടുക്കാം കേട്ടോ. ഞാനിവിടെ ലിക്വിഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. ഞാനിവിടെ നമ്മൾ അലക്കുന്ന സോപ്പുണ്ടല്ലോ, അതാണ് യൂസ് ആക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കൈൻ്റെ അടുത്ത് അതുണ്ടായിരുന്നത്. ഇപ്പോൾ ലിക്വിഡൊക്കെ എടുക്കാൻ വേണ്ടി ഉള്ളിലേക്ക് പോകണ്ടേ, അപ്പോൾ ഞാൻ അത് വെച്ചിട്ടാണ് കഴുകിയെടുക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ തറവാട്ടിലാവുമ്പോഴേ, കല്യാണം കഴിഞ്ഞ മുതലേ ഉമ്മ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് കേട്ടോ. അവിടെ ആളുകളൊക്കെ കൂടുമ്പോൾ നമ്മൾ അടുപ്പിൽ വെക്കുന്ന കുടുക്കകളൊക്കെ കരി പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കരി വെച്ച് കുത്തി അതിൻ്റെ അത് ഒരു ചെറിയൊരു സ്ക്രബ്ബർ യൂസ് ചെയ്ത് നന്നായിട്ട് ഉരച്ച് കഴുകും കേട്ടോ. ഞാനാണെങ്കിൽ എൻ്റെ പാത്രത്തിലുള്ള കരി കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി. എൻ്റെ ഇതിൻ്റെ മുമ്പുള്ള വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു ഈ ചീനച്ചട്ടിയിൽ എത്രത്തോളം കരിയുണ്ട് എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ നല്ല ഉരച്ച് കഴുകിയിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ്. നിങ്ങളുടെ വീട്ടിൽ കരി പിടിച്ച പാത്രങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ നോർമൽ കരിയും സോപ്പും വെച്ചിട്ടൊന്ന് കഴുകി നോക്കുക. നന്നായിട്ട് തന്നെ വെട്ടിത്തിളങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ഞാൻ യൂസ് ആക്കുന്ന ചീനച്ചട്ടിയാണ്. ചീനച്ചട്ടിയിലും അത്യാവശ്യം കരി പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് സ്കൂൾക്ക് പോകുന്ന ടൈമിൽ നമുക്ക് കരി വെച്ചിട്ട് കഴുകാനോ അല്ലെങ്കിൽ കൊട്ടത്താളത്തിലിട്ട് പാത്രങ്ങൾ കഴുകാനോ ഒന്നും ടൈം ഉണ്ടാവാറില്ല കേട്ടോ. അപ്പോൾ ഇത് ഞാൻ സാറ്റർഡേ സൺഡേ ഉള്ള ദിവസങ്ങളിലാണ്, ഒഴിവിട്ടുന്ന ദിവസങ്ങളിലാണ് ഇത് ചെയ്യാറ്. പിന്നെ ഇത് നമ്മൾ ഹൗസ് വാമിങ് കഴിഞ്ഞ മുതലുള്ള ചട്ടിയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പുറകിലുള്ള സംഭവം പോകാൻ വേണ്ടി കുറച്ച് കഷ്ടപ്പാടുണ്ട്. ഇനി നമുക്ക് അടുത്ത ടിപ്പായിട്ട് നാരങ്ങ നീര്, സുർക്ക, ബേക്കിംഗ് സോഡയൊക്കെ വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ, പോകുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ പാത്രത്തിൻ്റെ അകമൊക്കെ നന്നായിട്ട് തന്നെ വൃത്തിയായിട്ടുണ്ട്. അങ്ങനെ മുഴുവൻ സ്റ്റീൽ പാത്രങ്ങളും ഞാൻ കരി വെച്ചിട്ട് തന്നെ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഫൈനലി ഞാൻ നമ്മളുടെ തറയിലുള്ള കരി വെള്ളം ഒഴിച്ച് കഴുകി വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും കരിപ്പാത്രങ്ങൾ ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ അവിടുന്ന് വന്നിട്ട് നമുക്കിന്ന് ദോശയും കടലക്കറിയും കട്ടൻ ചായയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ളത്. അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മോൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ മേലെയുള്ള ബാൽക്കണിയിലുള്ള അങ്ങനെ സ്പേസ് വിട്ട് കൊടുക്കാറാണ് കേട്ടോ ചെയ്യാറ്. കാരണം താഴത്ത് വെച്ചാൽ എല്ലാ റൂമിലും അവളുടെ എല്ലാ ടോയ്സും ഉണ്ടാവും. പിന്നെ നമ്മൾ അടിക്കുന്ന ടൈമിലും അല്ലെങ്കിൽ ആരെങ്കിലും വരുന്ന ടൈമിലൊക്കെ ഇത് പെറുക്കാൻ വേണ്ടി നടക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഞാൻ അവളുടെ കൊട്ടയും അവൾക്കുള്ള കുറച്ച് നമ്മുടെ കടലാസും പെട്ടി ഉണ്ടല്ലോ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഏറ്റവും മുകളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ താഴേക്ക് പരക്കില്ല, അവളവിടെ കളിക്കുകയും ചെയ്യും. അപ്പോൾ ശനി ഞായറൊക്കെ ആകുമ്പോൾ ഞാനിത് അവളോടൊന്ന് അടുക്കി പെറുക്കാൻ വേണ്ടി പറയും കേട്ടോ. അങ്ങനെ അവളെ വിളിച്ചിട്ട് ഫുള്ള് അടുക്കി പെറുക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ താഴെ വരെ അടിക്കുകയും ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ റൂമിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ റൂമിലും അവളുടെ ടോയ്സ് ആയിരിക്കും. ഒരുപാട് ടോയ്സ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവളുടെ കുറച്ച് ടോയ്സ് ഉണ്ടായിരുന്നു, അത് നമ്മളിങ്ങനെ ഒരു ലോണ്ടറി ബാഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു മീഷോന്ന്, അതിനകത്തിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ മുകളിലുള്ള ജനലിൽ കുറച്ച് പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്, അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ താഴെ വന്ന് അവളുടെ സ്റ്റഡി ടേബിൾ ഒന്ന് നോക്കിയത്, എന്തോ കഷ്ടകാലത്തിന് ഇപ്പോഴും കുറച്ച് നീറ്റൊക്കെ ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ അതൊന്നും ഞാൻ തട്ടിക്കൊട്ടാൻ വേണ്ടി നിന്നിട്ടില്ല കേട്ടോ. പിന്നെ ഷോക്കേസിൻ്റെ അതാപം അങ്ങനെ തന്നെ, നമ്മൾ എത്ര നേരാക്കി വെച്ചാലും മക്കളുണ്ടെങ്കിൽ അത് ഷഫിളായിട്ട് തന്നെ കാരട്ട് ഇരിക്കുക. പിന്നെ നിങ്ങൾക്കുണ്ടോ ഈ അവസ്ഥ എന്നറിയില്ല, എത്രങ്ങാനും ചപ്പയായിരിക്കും നമ്മളെ വീട്ടിലടിക്കുമ്പോൾ, എന്താ എവിടുന്നാ എങ്ങനെയാണെന്ന് അറിയില്ല. ഇനി മോള് ഓരോന്ന് വെട്ടും കാര്യങ്ങളും ചെയ്തിട്ടില്ല, അതിൻ്റെ ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു പച്ചക്കറി മേടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് പച്ചക്കറി മേടിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ചെറിയ ഉള്ളി, വലിയ ഉള്ളി, വെളുത്തുള്ളി, അതുപോലെ തക്കാളി, പച്ചമുളക്, വെണ്ടയ്ക്ക, അങ്ങനെയുള്ള കുറച്ച് പച്ചക്കറികളാണ് കേട്ടോ മേടിച്ചിട്ടുള്ളത്. നമുക്ക് ഉപ്പേരിക്കുള്ള പച്ചക്കറികൾ നമ്മുടെ കയ്യിൽ ഫ്രിഡ്ജിനകത്തുണ്ട്. പിന്നെ ഞാൻ മധുരക്കിഴങ്ങൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ നമ്മുടെ പച്ചക്കറിക്കൊട്ടയിൽ ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ഇതിങ്ങനെ ഉള്ളികൾ ഞാൻ ചെറിയൊരു മുറത്തിലിട്ട് വെക്കും, ഒഴിവുള്ള ടൈമുകളിൽ ഇരുന്ന് തൊലിക്കൂട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഉള്ളിക്കൊട്ടയിൽ ഇടാണ്ട് വേറെ ചെറിയൊരു മുറത്തിലോട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. അങ്ങനെ അവിടെ അതൊക്കെ ക്ലീൻ ചെയ്ത്, പിന്നെ കുറച്ച് ബീഫ് ഉണ്ടായിരുന്നു, അത് കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്, അത് വെച്ചിട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് വെണ്ടക്ക കറിയും ബീഫുമാണ് ഉണ്ടായിരുന്നത്.
പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കരിങ്കല്ലത്താണി ഒരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് തിരിച്ചു വരുന്ന വഴിയിൽ നമ്മളുടെ ജസീറ കുഴിമന്തിയൊക്കെ ഉണ്ടല്ലോ, അവിടെ വെച്ചിട്ട് നമ്മൾ സ്നാക്സും അതുപോലെ ചായയും കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വണ്ടിയിൽ ഒരു സംഭവം ഫിറ്റ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയൊക്കെയാണ് വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ്.